നമ്മള് കൊച്ചാക്കാൻ പാടില്ല. തങ്ങന്മാരെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാ. ഉസ്താദുമാരെല്ലാം തഅല്ലുമും തഅലീമും തദ്രീസും നടത്തുന്ന ആളുകളാ. കേരളത്തിന്റെ കേരളത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളെയും പ്രകാശപൂരിതമാക്കിയ കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് നിങ്ങളെ തെറിവിളിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാമെന്ന് വ്യാമോഹിക്കണ്ട. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട. ആദർശ കേരളത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പര്യായമായ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളുകളെ തെറിവിളിച്ചിട്ട് ഒരു പെണ്ണ് പോലും സ്വർഗം കാണാമെന്ന് വിചാരിക്കണ്ട. അവരാരാണ്? അഹ്ലു ബൈത്ത് ആരാ? അഹ്ലു ബൈത്ത് ആരാ? അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാ. അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാ. അവരുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തം ഹബീബിന്റെ രക്തമാ. അവരുടെ ധമനികളിലൂടെ പ്രവഹിക്കുന്ന ചോര അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാ. അവരെ സറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ. അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രത്നമാ. രാജാക്കളെക്കാളുപരിയായി കാണേണ്ടതാ. വേണ്ടുന്നതെല്ലാം ചെയ്തു നാം കൊടുക്കേണ്ടതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. അതുകൊണ്ട് സമുദായത്തിലെ തങ്ങന്മാരെ ഗ്രൂപ്പ് നോക്കിയിട്ട് ബഹുമാനിക്കാമെന്ന് വിചാരിച്ചാൽ സ്വർഗം നമുക്ക് കിട്ടൂല, സ്വർഗം നമുക്ക് കിട്ടൂല. തങ്ങന്മാര് ഏത് ഗ്രൂപ്പിലായിക്കോട്ടെ, എനിക്കും നിങ്ങൾക്കും എന്താ അവിടെ കാര്യമുള്ളത്? അവർ അഹ്ലു ബൈത്താണോ? അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാണോ? അവരാദരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാ. സഹോദരങ്ങളെ, ആലിമീങ്ങളെ തെറിവിളിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ആലിമീങ്ങളെ പരിഹസിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങേണ്ടി വരും. ആയിരക്കണക്കിന് യതീം മക്കളെ പോറ്റുന്നയാളല്ലയോ എ പി ഉസ്താദ്? ആയിരക്കണക്കിന് പള്ളികൾ കേരളത്തിൽ നിർമ്മിച്ചയാളല്ലയോ എ പി ഉസ്താദ്? സഹോദരങ്ങളെ, ആ എ പി ഉസ്താദിനെ ചവിട്ടി തേച്ചിട്ട് ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. മഹാനായ കാളമ്പാടി ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല ചവിട്ടിത്തേക്കാൻ. പൂനിലാവായി പ്രകാശിച്ച പാണക്കാട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല. താജുലുലമാ ഉള്ള ആള് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പ്രകാശമേ പ്രകാശമേ, കേരളത്തിന്റെ മുത്തേ മുത്തേ ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ശംസുലുലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ വൻമരങ്ങളായിരുന്നു സഹോദരങ്ങളെ. അവർ ആദർശത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. അവർ ആദർശത്തെ ആർക്കും മുന്നിൽ മടിയറവ് വെച്ചിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആദർശം നമ്മുടെ ജീവനേക്കാൾ വലുതാണ്. കുറെ പണം കണ്ട് മഞ്ഞളിച്ചത് കൊണ്ടോ, കുറെ പണച്ചാക്ക് കണ്ട് മഞ്ഞളിച്ചത് കൊണ്ടോ അല്ലാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാ ആലിമീങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ തങ്ങന്മാരെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ സ്വാലിഹീങ്ങളെയും നമ്മൾ ആദരിക്കണം. ആഖിറത്ത് മോശമായി പോകാതിരിക്കാനാണ്, നമ്മുടെ ഖബർ സന്തോഷമായി തന്നെ ഇരിക്കാനാണ്, നമ്മുടെ ആഖിറം രക്ഷപ്പെടാനാണ്. ഒരൊറ്റ ആലിമീങ്ങളെ തെറിവിളിച്ചിട്ട് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലാഹുവേ അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ പേരിൽ പണം പറഞ്ഞ് ദീൻ പറയാനിറങ്ങി പുറപ്പെട്ട കുറെ ആളുകൾ അല്ലാഹുവേ ശാപമാണ്, ഈ സമുദായത്തിന്റെ ശാപമാണ്. മഹാനായ ശംസുലുലമാ ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല, മഹാനായ കാളമ്പാടി ഉസ്താദ് പഠിപ്പിച്ച മാതൃകയല്ല. എത്രയോ കൊല്ലമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് വയല് പറയുന്നു. 34 കൊല്ലമായി പേരോട് ഉസ്താദ് വയല് പറയുന്നില്ലയോ? ഏതെങ്കിലും പേരിൽ 50,000 രൂപ അവിടുന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടോ? സഹോദരങ്ങളെ, മഹാനായ ഖബറുലുലമാ കാന്തപുരം ഉസ്താദ് എത്രയോ പള്ളികൾ നിർമ്മിച്ചു, എത്രയോ അനാഥകളെ പോറ്റി, എത്രയോ
ദീൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എത്രയോ കൊല്ലമായി ഈ സമുദായത്തിന് വേണം പറഞ്ഞ് നന്മയിലേക്ക് നയിക്കുന്നു. 1,00,000 രൂപ അവിടെ നിന്ന് ഒരിടത്ത് വെച്ചും എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. 1,00,000 രൂപ ഭരിക്കുമ്പോൾ 25,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരട്ടെ എന്ന് ഒരിക്കലും അവിടുന്ന് വാശി പിടിച്ചിട്ടില്ല. പോരാ എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഈ കേരളത്തിലെ മുഴുവൻ മുഹിബ്ബീങ്ങളുടെയും കൽബുകളെ മദീനയിലേക്ക് മാടിവളിച്ച എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അവர்கள் എത്രയാ പ്രഭാഷണം നടത്തുന്നത്, അവിടുന്ന് എത്രയാ പുന്നാര നബിയെ പറ്റി പ്രസംഗിച്ചത്. ഒരു പ്രഭാഷണത്തിന് 50,000 രൂപ ചോദിച്ചിട്ടില്ല, ഒരു പ്രഭാഷണത്തിന് 10,000 എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. അല്ലാഹുവേ ഈ സമുദായത്തെ പണത്തിന് വേണ്ടി, ഈ സമുദായത്തെ വയലിന്റെ മജ്‌ലിസുകളെ പണത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്ന ഈ സമുദായത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന കുറെ മക്കനയിട്ട കോലങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ, പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ സമുദായത്തിലെ സമുന്നതരായ നേതാക്കന്മാരെ കരിവാരിത്തേക്കാളും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനും അവരുടെ നിസ്സംഗമായ പ്രവർത്തനങ്ങളെ പണച്ചാക്കുകൾ കണ്ടിട്ട് അതൊന്ന് മറന്നുപോയിട്ട് തേജോവധം ചെയ്യാനും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കയറുക മാത്രമാണ് ലക്ഷ്യമുള്ളത്. അല്ലാഹു നമുക്ക് സന്മാർഗം കാണിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സത്യാസത്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം അദ്ദേഹത്തോട് അനീതി ചെയ്യാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണമെന്ന് ലോകയെ പഠിപ്പിച്ച ആ നബിയുടെ ഉമ്മത്തികളാണ് നമ്മൾ. അല്ലാഹു നമുക്ക് യഖീനും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.